പാർട്ടി നേതാക്കളും പ്രവർത്തകരും നടത്തുന്ന ഗൃഹസന്ദർശന പരിപാടിക്ക് മാർഗരേഖയുമായി സിപിഎം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായ സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിൽ ചർച്ച തുടങ്ങാമെന്ന് മാർഗരേഖയിൽ പറയുന്നു. ജനങ്ങൾക്ക് പറയാനുള്ളത് ക്ഷമാപൂർവ്വം കേൾക്കണം. വർഗീയ സംഘടനകളെ വിമർശിക്കുന്നത് ഏതെങ്കിലും മതത്തോടുള്ള വിദ്വേഷമല്ലെന്നും സിപിഎം മുസ്ലിം വിരുദ്ധ സമീപനമല്ല സ്വീകരിക്കുന്നതെന്നും വ്യക്തമാക്കണമെന്നും മാർഗരേഖയിലുണ്ട്. പത്മകുമാറിനെതിരായ നടപടിയെടുക്കാത്തതും വിശദീകരിക്കും. പാർട്ടി ജനറൽ സെക്രട്ടറി എം.എ. ബേബി, സംസ്ഥാന സെക്രട്ടറി എം.ബി. ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനത്തിന് തുടക്കം കുറിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് ഗൃഹസന്ദർശനം നടത്താൻ സിപിഎം തീരുമാനിച്ചത്. നേരത്തെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സമാനമായ ഒരു ഇടപെടൽ സിപിഎം നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലേക്കും എത്തി ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനും അവർക്ക് ഈ സർക്കാരിന്റെ സിപിഎമ്മിന്റെ പ്രവർത്തനങ്ങളിൽ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനും അതിൽ പാർട്ടിയുടെ നിലപാട് വിശദീകരിക്കാനുമാണ് ഗൃഹസന്ദർശനം. തിരുവനന്തപുരത്ത് മണ്ണന്തലയാണ് ജനറൽ സെക്രട്ടറി എം.എ. ബേബിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ വീടുകളിൽ എത്തിയത്. ഇതേ മാതൃക എല്ലായിടത്തും അത്തരത്തിൽ ഗൃഹസന്ദർശനം നടത്തും. ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനാണ് ഗൃഹസന്ദർശനമെന്ന് ജനറൽ സെക്രട്ടറി എം.എ. ബേബി വ്യക്തമാക്കി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിചാരിക്കാത്ത തരത്തിലുള്ള ചില തിരിച്ചടികൾ പാർട്ടിക്കുണ്ടായി. 14 ജില്ലാ പഞ്ചായത്തുള്ളതിൽ 7 ജില്ലാ പഞ്ചായത്ത് ജയിച്ചു. അപ്പോൾ അവിടെ ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിൽ തുല്യമാണ്. പക്ഷേ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഇതൊക്കെ വരുമ്പോഴത്തേക്ക് UDFന് ഒരു മേൽക്കൈ കിട്ടിയിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കേരളത്തിലെ എല്ലാ വീടുകളിലും എത്തി മനസ്സിലാക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മുഴുവൻ ഇത് നടക്കുകയാണ്. കൃത്യമായ ഒരു മാർഗരേഖയുമായാണ് സിപിഎം പ്രവർത്തകർ നേതാക്കളും ജനങ്ങളിലേക്ക് എത്തുന്നത്. ഈ ഗൃഹസന്ദർശന പരിപാടിക്ക് വേണ്ടി മാർഗരേഖ സിപിഎമ്മിന്റെ സംസ്ഥാന സമിതി തയ്യാറാക്കിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങണമെന്നാണ് രേഖ പറയുന്നത്. തിരിച്ചടി ഉണ്ടായ സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന ചർച്ചയിൽ തുടങ്ങണം. ജനങ്ങൾക്ക് പറയാനുള്ളത് ക്ഷമാപൂർവ്വം കേൾക്കണം. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാലും പ്രാധാന്യമുള്ള വിഷയം എന്ന നിലയിൽ കേൾക്കണം. ജനങ്ങൾ എന്താണോ പറഞ്ഞത് ക്ഷമാപൂർവ്വം സമയമെടുത്ത് അവരെ കേൾക്കണമെന്നാണ് നേതൃത്വം പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെടുന്നത്. തർക്കിച്ച് ജയിക്കാനല്ല, ശരിയായ ധാരണയിലെത്തിക്കാൻ ക്ഷമയോടെ ഇടപെടണമെന്ന നിർദ്ദേശമാണ് പാർട്ടി പ്രവർത്തകർക്ക് നേതൃത്വം നൽകുന്നത്. വർഗീയ സംഘടനകളെ വിമർശിക്കുന്നത് ഏതെങ്കിലും മതത്തോടുള്ള വിദ്വേഷമല്ല, ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. സിപിഎം മുസ്ലിം വിരുദ്ധ സമീപനം അല്ല സ്വീകരിക്കുന്നത് വ്യക്തമാക്കണം. മുസ്ലിം സമുദായത്തിലെ തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ വിമർശിക്കുന്നത് മുസ്ലിം സമുദായത്തിനെതിരായ വിമർശനവും സിപിഎം നിലപാടോ അല്ല എന്ന് തന്നെ അവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. ശബരിമല തിരിച്ചടിയായെന്ന അതേ രീതി തുറന്നു സമ്മതിക്കാൻ സിപിഎം തയ്യാറല്ലെങ്കിലും ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിലും കേൾക്കണം. എന്തുകൊണ്ട് പത്മകുമാർ നടപടിയെടുക്കാത്തത് എന്ന കാര്യം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. പത്മകുമാർ ചെയ്ത തെറ്റിന്റെ സ്വഭാവം വ്യക്തമായിരുന്നില്ല. കുറ്റപത്രത്തിൽ അത് വ്യക്തമാക്കുന്ന ഘട്ടത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് തന്നെ ജനങ്ങളെ പറയണം. രാഷ്ട്രീയക്കാരനായാലും തന്ത്രിയായാലും കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതടക്കം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പൂർണ്ണമായും കേട്ടുകൊണ്ട് ക്ഷമാപൂർവ്വം അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് സർക്കാരിനോടും പാർട്ടിയോടുമുള്ള തെറ്റിദ്ധാരണ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു മാറ്റാനുള്ള ശ്രമമാണ് സിപിഎം നടത്തുന്നത്. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഗൃഹസന്ദർശനത്തിന്റെ ഭാഗമാകും. സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങളിലെ വീടുകളിലേക്കും എത്തി തെറ്റ് ഏറ്റുപറഞ്ഞ് തെറ്റ് തിരുത്താനുള്ള പാർട്ടിയുടെ തീരുമാനം, പാർട്ടിയുടെ മനസ്സ് തുറന്നു പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് സിപിഎമ്മിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഗൃഹസന്ദർശനം ആരംഭിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.